എല്ലാ മാന്യപ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. ആദ്യം തന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം: 80 86 89 70 30. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 10/4/2024. അതായത് സൂര്യൻ്റെ എനർജിയിലുള്ള 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഓഫ് ദ പവർഫുൾ നമ്പറാണ് സൂര്യൻ്റെ എനർജിയിലുള്ളത്. അതായത് ഒന്ന് സൂര്യൻ്റെ എനർജീൻ്റെ കൂടെ ഒരു ഇൻഫിനിറ്റി, അതായത് സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ ഒരു അത്ഭുതം കൂടിച്ചേരുന്ന ഒരു അത്രയും അട്രാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഫെയിം ആയിട്ടുള്ള ഒരു നമ്പറാണ് ഈ 10 എന്ന നമ്പർ, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, ജേഴ്സിയിലൊക്കെ പിന്നെ 10 വന്നു കഴിഞ്ഞാൽ അവർ പൊതുവേ അങ്ങനെയുള്ളവർക്കാണ് അത് കൊടുക്കുള്ളൂ. എന്നിരുന്നാലും ആ 10 അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള, മാന്ത്രികം കാണിക്കാനുള്ള ഒരു നമ്പർ കൂടിയാണ് ഈ 10 എന്നത്. എന്തായാലും ഇന്നൊരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സാർ, ഞാൻ പാലക്കാട്ട് നിന്നാണ്. ഒച്ചത്ത് പറയാമോ? പാലക്കാട്ട് നിന്നാണ് വിളിക്കുന്നത്. പാലക്കാട്ട് നിന്ന് ആരാണ്? ആസ്മി. ആസ്മി. ASMI. പിന്നെ ഇനീഷ്യൽ എന്താണ്? സെക്കൻഡ് ആർ മാത്രം, അല്ലേ? ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 9/2/2013. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. നമസ്കാരം, കേൾക്കാമോ? അപ്പോൾ എന്നെ പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 8 വരുന്നത്. അപ്പോൾ 9ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ രണ്ട് എനർജീൻ്റെ കൂടിച്ചേരലാണ് ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്നത്. അപ്പോൾ നല്ല കൃത്യമായിട്ടുള്ള, പവർഫുള്ളായിട്ടുള്ള, ഒപ്പം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പേര് കൂടി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇട്ടത് പ്രകാരം ആസ്മി ആറിന് മാത്രമാകുമ്പോഴേക്കും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത്ര ബെസ്റ്റായിട്ടുള്ളൊരു പേര് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് ഒന്ന് ബെസ്റ്റ് ആർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം വെച്ചിട്ട് നോക്കുക, അത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടി. എന്താണ് ആർ എന്നുള്ളത്? റഹ്മത്തുള്ള. അങ്ങനെ പറഞ്ഞാലും ശരിയാവുന്നില്ല. പിന്നെ വേറെ അച്ഛൻ്റെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര് രണ്ടും വെച്ച് നോക്കാം. പിന്നെ അസ്മിന്റെ കൂടെ എൻ ചേർത്തല്ലോ സാർ. ASMI N എഴുതിയല്ലോ. നോക്കട്ടെ. അത് നല്ലൊരു പേരാണ് കേട്ടോ. തീർച്ചയായിട്ടും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പേരാണ് ആസ്മി എൻ ഉള്ളത്. ആസ്മിൻ ആർന്നല്ലേ? ആസ്മിൻ എൻ അല്ലേ? എൻ ഫോർ നാഷൻ. ASMI N പിന്നെ ആർ. എൻ ആർന്നില്ല, ഇല്ല. എൻ ആസ്മിൻ ഇല്ല. ആസ്മിൻ ആർന്ന് വരുമ്പോഴേക്കും അത് ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരില്ല. ആസ്മി എൻ എന്നുള്ളത് ആരെങ്കിലും ഫാദറിൻ്റെയോ മദറിൻ്റെയോ പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല അല്ലേ? അല്ല, പേരിന്റെ കൂടെ തന്നെ അങ്ങനെ വരുന്നതാണ് ASMI എന്ന പേര്. ഓക്കെ. എങ്കിൽ ആർന്ന് വരുമ്പോഴേക്കും അത് വരുന്നില്ല. നമുക്കത് ഒരു കേതുവിൻ്റെ എനർജിയിലുള്ളതാണ്. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് അല്ല. കാരണം 9 എന്ന എനർജിക്ക് ഒരിക്കലും ഒരു നന്നായിട്ട് സപ്പോർട്ടീവ് ആകുന്ന എനർജി അല്ല 7 എന്നുള്ളത്. കാരണം ഒന്ന് പിന്നെ ലോജിക്ക്, സ്ട്രാറ്റജി നോക്കുമ്പോഴും ഒന്ന് ഇമോഷണലാണ്. അപ്പോൾ അത് രണ്ടും യോജിക്കാത്ത രണ്ട് എനർജിയിലാണ് വരുന്നത്. അപ്പോൾ ആർന്നും അല്ലാതെ വേറെ എന്താ ഇനിഷ്യൽ വെക്കാം? അതാണ് ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാദറിൻ്റെത് വെക്കാം, മദറിൻ്റെത് വെക്കാം. അല്ലെങ്കിൽ അസ്മി ഫാത്തിമ എന്നാക്കിയല്ലോ സാർ. ഫാത്തിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഇനിഷ്യൽ വെക്കേണ്ടി വരൂലേ? അല്ല, അസ്മി ഫാത്തിമ എന്ന് മാത്രം. അതും അത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല. ഉമ്മാന്റെ പേരെന്താണ്? ഉമ്മയുടെ പേരെന്താണ് കുട്ടിയുടെ? സാഹിദ. എസ് അല്ലേ? യെസ്. പിന്നെ ആറ്. എസ് ആറിന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെസ്റ്റ് ആയി. ഓക്കെ. ആസ്മിൻ എന്നുള്ളതിന്റെ കൂടെ ഒരു എച്ച് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എവിടെയെങ്കിലും?
എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്മിൻ എന്നുള്ളതിൻ്റെ കൂടെ ഒരു എച്ച് കൂടി ആഡ് ചെയ്യണം. അത് ലാസ്റ്റിൽ വേണമെങ്കിൽ എന്നിൻ്റെ ലാസ്റ്റിൽ എച്ച് ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. ഒരു അറബിക് പേരിനൊക്കെ അങ്ങനെ എച്ച് എന്ന് എക്സ്ട്രാ ആഡ് ചെയ്യാം. പിന്നെ എസ് ആറിന് ഇനീഷ്യലും കൊടുക്കുക. അപ്പോൾ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരായി. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്ക്. ആസ്മിൻ എന്നുള്ളതിന് ASMIN കൂടെ ഒരു എച്ച് ആഡ് ചെയ്യാം. അറബിക് പേരിൻ്റെ കൂടെ നമുക്ക് ഒരു എച്ച് ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. ആസ്മിൻ. പിന്നെ എസ് ആറിന് ഇനീഷ്യൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരായി. ഓക്കെ, അപ്പോൾ അത് ഫോളോ ചെയ്യണം. എന്താണ് പേരിൻ്റെ എങ്ങനെ ആക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ? ഇപ്പോഴത്തെ പേര്. അത് ഒരു MIHN അയക്കുക, അല്ലെങ്കിൽ ഒരു EN കൂടി ആഡ് ചെയ്യുക. പിന്നെ ഇനീഷ്യലിൻ്റെ കൂടെ SR കൂടി ആഡ് ചെയ്യുക. കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കുന്നുണ്ടെങ്കിൽ ആ സംഭവം എഴുതി വെക്കും നിങ്ങൾ. എങ്കിലല്ലേ നിങ്ങൾക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ വീണ്ടും ചോദിച്ചുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്കുക. അപ്പോൾ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നല്ലൊരു ദിവസം കുട്ടിക്ക് നല്ലൊരു പേര് കിട്ടിയെന്ന് കരുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. പേഴ്സണാലിറ്റി നമ്പർ 9 and 8 ആണ്. 9ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരലാണ്. 9ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരൽ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേര് നിർബന്ധമായിട്ടുള്ള ഒരു എനർജിയാണ് 9, 8. കാരണം രണ്ട് വലിയ എനർജിയാണ് എന്ന് വെച്ചിട്ട് 9, 8 അധികം യോജിക്കുന്ന രണ്ട് എനർജികളല്ല. അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് എനർജീസാണ്. പക്ഷേ അവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള പേര് കൂടി ഉണ്ടെങ്കിൽ എന്താകും, കുട്ടിക്ക് കൂടുതൽ ഇതിൻ്റെ രണ്ടിനെയും ഗുണങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഞാൻ ആ കാര്യം പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് അത് കുറച്ചും കൂടി അവർക്ക് വ്യക്തമായില്ലേ. കാരണം അത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് 10ൻ്റെ എനർജിയാണെന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരാളുടെ ജീവിതത്തിൽ 2 എത്ര പ്രാവശ്യം വരുന്നു. ഞാൻ ഒന്നിനെ കുറിച്ചിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു. 2 എപ്പിസോഡുകളിലായിട്ട് ഒന്ന് ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നു, അതിനനുസരിച്ചിട്ടുള്ള അവരുടെ എന്താ പറയുക മാറ്റങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. സ്വഭാവത്തിലുള്ള മാറ്റവും അവർക്ക് വരുന്ന ഭാഗ്യങ്ങളിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി 2നെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എത്ര പ്രാവശ്യം 2 ഉണ്ട്. ചിലപ്പോൾ ആൾക്കാർ ഒരു 12-ാം തീയതി ജനിച്ചവരാകാം. അപ്പോൾ 1, 2 വന്നല്ലോ ഒരു പ്രാവശ്യം. പിന്നെ മാസത്തിൽ ഫെബ്രുവരി മാസമാണ് ജനിച്ചതെങ്കിൽ അവിടെയും ഒരു 2 വന്നു. ഇനി 1992 കരുതുക. അപ്പോൾ അവിടെയും 2 വന്നു. അപ്പോൾ അവിടെ ഒരു 3, 2 അടുപ്പിച്ച് വന്നു അല്ലേ. അപ്പോൾ എങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അതുപോലെ ഇപ്പോഴൊക്കെ ജനിക്കുന്ന കുട്ടികൾക്കോ കൂടുതൽ 2ൻ്റെ നമ്പർ കൂടുതലുണ്ടോ അല്ലേ. 2000-ന് ശേഷം, അതായത് 2022, 2000. അപ്പോൾ അതിലൊക്കെ പിന്നെ മാസം ഫെബ്രുവരി അല്ലെങ്കിൽ ഡിസംബറിൽ വന്നു കഴിഞ്ഞാൽ 1, 2 എന്നുണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 2 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നു, അതിനനുസരിച്ചിട്ട് അവരുടെ ജീവിതഗതി, അവരുടെ സ്വഭാവം, ഇതിനൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? നന്ദന. എവിടെ നിന്നാണ്? എവിടെ? കാട്ടക്കാട്. ഓക്കെ. ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് നന്ദനക്ക്? എന്റെ കാര്യം തന്നെയാ. ഓക്കെ, നന്ദന. ഇനീഷ്യൽ എന്താണ്? VU അല്ലേ? നന്ദന VU. ഓക്കെ, നന്ദന VU. NANDH അല്ലേ? DHANA അല്ലേ? DHANA. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പറയും. 2007. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് പറയാം. നന്ദൻ, പറഞ്ഞോളൂ. എന്നെ വിട്ട് ഒരു വ്യക്തി പകർന്നിരിക്കുകയാണ്. ആ വ്യക്തി എന്റെ ജീവിതത്തിൽ വരുമോന്ന് അറിയണമായിരുന്നു. നിങ്ങളുടെ വിട്ട്
ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തി എന്നിൽ നിന്ന് പകന്നാണ് കഴിയണ. അപ്പൊ ആ വ്യക്തി എന്റെ ജീവിതത്തിലോട്ട് തിരികെ വരുമോന്ന് അറിയണമായിരുന്നു. അറിയണം അല്ലേ? ഓക്കെ, ഞാൻ പറയാം കേട്ടോ. ആദ്യം ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ആദ്യം ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ. ഓക്കെ ഓക്കെ, ഹോൾഡ് ചെയ്യാം കേട്ടോ, കട്ട് ചെയ്യല്ല. നന്ദന കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 6. ഇപ്പം നിങ്ങളുടെ പേരിൻ്റെ, നമുക്ക് പേരിൻ്റെ വിസ്മയത്തിൽ മെയിനായിട്ട് പേരാണല്ലോ. ബാക്കി ഞാൻ പിന്നെ പറയാം. പേര് കുറച്ചും കൂടി നന്നാക്കി ഇരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ 39 പേരിൻ്റെ എനർജി വരുന്നത്. 9നെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്. ഹലോ ഹലോ കേൾക്കാമോ? ഹലോ ഹലോ കട്ടായെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കിയ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 6 പിന്നെ ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ 9ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ നന്ദന VU എന്നുള്ളത് പിന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേരല്ല. അടിക്കടി സ്ട്രഗിളിങ് വരാൻ സാധ്യത കൂടുതലുള്ള ഒരു പേരാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തീർച്ചയായിട്ടും കണ്ട് അത് പിന്നെ ഏറ്റവും ഭംഗിയാക്കി, ഏറ്റവും ലക്കിയസ്റ്റ് ആക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കുട്ടി ചോദിച്ചത് പിന്നെ അവരുടെ ലവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അത് തിരിച്ചു വരുമെന്ന്. തീർച്ചയായിട്ടും അവരുടെ പ്രായം നോക്കിക്കഴിഞ്ഞാൽ 16 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും നിങ്ങളുടെ കരിയറിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ അറിവ് ശേഖരിക്കാം, അവിടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള ടെൻഷനും കാര്യങ്ങളുമായിട്ട് പോകരുത്. ഇത് പേരൻസാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പം അവരുടെ ലവ് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞിട്ട് കൂടുതൽ ടെൻഷൻ ആക്കേണ്ട ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയറിലേക്ക് നമുക്ക് എവിടെ എത്തിച്ചേരാം എന്നുള്ളതാണ്. അതാണ് ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പല ആൾക്കാരും ഇതുപോലെ വിവാഹമാണ് അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ആണ് കരുതിയിരിക്കുന്നത്. ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം വിവാഹം കഴിക്കലല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും വിവാഹം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. അതിന് കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല. അപ്പം 9ൻ്റെയും 6ൻ്റെയാണ് പേഴ്സണാലിറ്റി നമ്പറും ലൈഫ് പാത്ത് നമ്പറും. അത് പൊതുവേ ഒരു നല്ല കൂടിച്ചേരലാണ്. അതിനൊരു ബെസ്റ്റായിട്ടുള്ള പേര് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന നിലകളിലേക്കൊക്കെ പോകുവാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 2നെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോയതിന് ശേഷം വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് ഒരു കോള് വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ ആദ്യം പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ദീപയുടെ അമ്മയാണ്, ദീപക്ക് വേണ്ടി. ഓക്കെ, ദീപയുടെ അമ്മ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂര് പെരിങ്ങോന്നറിയും. പയ്യന്നൂർ, നമ്മുടെ നാട്ടുകാരാ. ഓക്കെ, ദീപയുടെ ഫുൾ ആയിട്ടുള്ള പേര് പറയൂ. ദീപ കെ അല്ലേ? ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ദീപയുടെ. മാർച്ച് 29/3/1986 അല്ലേ? അങ്ങനെയല്ലേ വരിക? ഓക്കെ, ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യേ. ഓക്കെ, ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 2, 2ൻ്റെ റിപ്പീറ്റേഷനാണ്. ദീപ കെ എന്നുള്ള പേര് പിന്നെ അവർക്ക് ഒരു
മാനസികമായിട്ട് എപ്പോഴും ഹാപ്പി അല്ലാത്ത ഒരവസ്ഥയിലാണ് ആ ഒരു പേരിൻ്റെ എനർജി. അതാണ് അതിന് പറയേണ്ടത്. അതിന് അതല്ലാതെ അവർക്ക് അവരുദ്ദേശിക്കുന്ന കാരിയറിലേക്കൊക്കെ അവർക്ക് ചെന്നെത്താൻ വേണ്ടി പറ്റും. അതാണ് അതിൻ്റെ കാര്യം പറയേണ്ടത്. എന്താണ് പിന്നെ ദീപയുടെ അമ്മക്ക് അറിയേണ്ടത്? അത് ഓള് പഠിച്ചിട്ട് ഒരു ജോലി അയച്ചാ. അപ്പോൾ അതാണ് പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 2 അങ്ങനെ വരുമ്പോൾ 7 എന്നുള്ളത് അവർക്ക് ഓക്കെ സപ്പോർട്ടീവ് ആണെങ്കിലും ഇമോഷണലി അവർക്ക് വളരെ മാനസികമായിട്ട് പ്രയാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ ഒന്ന് ബെസ്റ്റ് ആക്കാം. അതാണ് ചെയ്യാനുള്ളത്. നമുക്ക് പേരിൻ്റെ വിസ്മയത്തിൽ നിങ്ങൾ വിളിച്ചത്. ആ കെ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? അപ്പോൾ ഫാദറിൻ്റെ പേരെന്താണ്? അത് വെച്ച് നോക്കാം. തമ്പാൻ. അമ്മയുടെ പേരെന്തായിരുന്നു? അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേരെന്താണ്? മാധവി. ദീപ. ആ പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ടൊന്നും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കിട്ടുന്നുമില്ല. അപ്പോൾ ആ ദീപ എന്നുള്ള പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കണം. എങ്കിൽ മാത്രമാണ് അതിൻ്റെ എല്ലാ തരം ഒരു ഗുണവും അനുഭവിക്കാൻ വേണ്ടി പറ്റുക. ഇല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനായിട്ട് എപ്പോഴും മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന അവസ്ഥ ഇതിൽ കാണാനുണ്ട്. അതാണ് ആ പേരിനെ ഒന്ന് ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഒരു ലക്കിയസ്റ്റ് ആക്കുക. ഇനിയിപ്പോൾ അവർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ടൈം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആ പേരിൽ എന്തായാലും ദീപയോട് പറയാം ഒന്ന് മാറ്റം വരുത്തുന്നത് വളരെ നന്നായിരിക്കും, അവർക്ക് കാര്യങ്ങളെയൊക്കെ അനുകൂലമാക്കി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അല്ല ഞാൻ അത് നോക്കാം, അതിൻ്റെ കാര്യം നോക്കാം. ഈ പേര് എന്നത് തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് സ്ട്രഗിളിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റുമ്പോൾ കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. ഒരു മാറ്റം വരുത്താത്ത സമയത്ത് എന്താ ആ ജീവിതം അതുപോലെ അതേപോലെ കണ്ടിന്യൂ പോകും. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാം, ഒന്ന് ഹോൾഡ് ചെയ്യേ. അപ്പോൾ ഈ വർഷം ഇങ്ങനെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന അവർക്ക് പിന്നെ കാര്യങ്ങളെ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഈ വർഷം കഴിയണം അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെയൊക്കെ പിന്നെ റെഡിയായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതെ. അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത് ന്യൂമറോളജി പ്രകാരം. പക്ഷേ കഴിഞ്ഞ വർഷം അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ കാര്യങ്ങൾ പോയിട്ടുണ്ടാവുക. കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് പിന്നെ 2023 അവരുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവുക. അങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പം അതല്ലേ. അപ്പോൾ ആ സമയം എല്ലാം അവരുദ്ദേശിക്കുന്ന, അപ്പോൾ പഠിക്കുന്നതാണെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പോകുന്ന സമയമായിരുന്നു. ഇപ്പോൾ ഈ വർഷത്തേക്ക് വരുമ്പോഴേക്കും കുറച്ച് താമസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് മാറുന്ന സമയത്ത് കൂടുതൽ അനുകൂലമാകുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ ആയിട്ട് മുന്നോട്ട് തന്നെ പോവുക. അപ്പോൾ അതിൻ്റെ ഒരു 100% ആയിട്ടുള്ള ഗുണം ലഭിക്കുക ആ സമയത്താണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, അവരുടെ കാരിയർ ലെവലിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിച്ചേരാനൊക്കെ പറ്റുന്ന എനർജി അതിലുണ്ട്. പക്ഷേ ആ പേരിന് മാനസിക പ്രയാസങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ എന്ത് നേടിയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിന് നമുക്ക് ഹാപ്പി അല്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, ആ അവസ്ഥയാണ് പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കാരിയർ ലെവലിൽ അവർ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ പോകാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും കാര്യങ്ങളൊക്കെ ഭംഗിയാവും. ഓക്കെ, അങ്ങനെ കരുതുക. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പയ്യന്നൂർ പെരിങ്ങോത്ത് നിന്ന് ദീപയുടെ അമ്മ അല്ലേ? ഓക്കെ, എന്തായാലും സന്തോഷം വിളിച്ചതിൽ. ഓക്കെ, അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു എനർജിയിൽ
അപ്പോൾ രണ്ടിൻ്റെ റിപ്പീറ്റേഷനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 7 എപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ള എനർജിയാണ്. പക്ഷേ 7 സപ്പോർട്ടീവായിട്ട് ഉണ്ട് എങ്കിലും നമുക്ക് അതിനകത്തുള്ള എനർജീസ് ഉണ്ട്. ഒരു വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് പേരാകുന്നത് അവർക്ക് ലക്കി നമ്പർ മാത്രം വന്നിട്ടും കാര്യമില്ല. നമ്പറിൻ്റെ അകത്ത് അവരുടെ മാനസിക നില എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവർ മറ്റുള്ളവരുടെ എങ്ങനെ അറിയപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ എനർജീസ് ഉണ്ട്. അത് ബെസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഒരു ലക്കി നമ്പറിലൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് എങ്കിലും അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ അവർ തീർച്ചയായിട്ടും കാരിയറിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കും. അത് കുറച്ച് താമസിച്ച് കഴിഞ്ഞാലും സംഭവിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നമുക്ക് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 2നെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. 2 റിപ്പീറ്റേഷനായിട്ട് ഒരു വ്യക്തിക്കും വന്നു കഴിഞ്ഞാൽ, അപ്പോൾ 2 ഒരു തവണ വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം പറയാം. അതായത് ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇപ്പോൾ 2-ാം തീയതി ജനിച്ചു, പിന്നെ ഏത് നമ്പറും 2 വരുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരു പ്രാവശ്യമാണ് 2 ഉള്ളൂ എങ്കിൽ അവരുടെ ജീവിതത്തിൽ അടുത്ത കോൾ ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കോളിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞ് തീർക്കാം. 2 എപ്പിസോഡുകളിലായിട്ട് 2ൻ്റെ റിപ്പീറ്റേഷൻ പറയാം. നമുക്ക് എന്തായാലും കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? എവിടുന്നാണ് വിളിക്കുന്നത്? മൈസൂർ. ഓക്കെ, മൈസൂറിൽ നിന്ന് വിളിക്കുവാണ്. എന്റെ പേര് അദൃശ്യ എന്നാണ്. ദൃശ്യ ക്ലിയർ ഇല്ല കേട്ടോ, ഒന്നുകൂടി പറയാമോ? അതെന്തോ ഒരു ക്ലിയർ ആവുന്നില്ല. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടോ? സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ടോ? അത് സ്പീക്കർ ഒന്ന് ഓഫ് ആക്കിയിട്ട് മൈക്കിന്റെ അടുത്ത് പിടിച്ചിട്ടൊന്ന് സംസാരിക്കും, നമുക്ക് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേൾക്കാം. പറയാം. എന്താണ് പേരെന്താണ്? അദൃശ്യ. നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിട്ട് തന്നെയാണോ വിളിക്കുന്നത്? ഞാൻ 2 പേരിന്റെ കാര്യം അറിയാൻ വേണ്ടിയാ. ഒരു പേര് ആദവ് ദർശനാണ്. അല്ല, ഞാൻ ഒരു പേര് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് ഞാൻ നോക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്തതും കൂടി നോക്കാം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ആദവ് ദർശ് 17/3/2020. 2020. പേരെന്തായിരുന്നു പറഞ്ഞത്? ആദവ് ദർശ. അതെ. ആദവ് ദർശ്. DH ഉണ്ടോ? ഇല്ല, DARSH. ADV അല്ലേ, അങ്ങനല്ലേ? ADHAV. AD കഴിഞ്ഞിട്ട് HAV എന്നാ? ഓക്കെ. സാധാരണ ആദർശ് തന്നെ. ഞാൻ ആദ്യം നിങ്ങൾ പ്രൊനൗൺസിയേഷൻ ചെയ്തിട്ട് ഞാൻ വേറെ എന്തോ ആണ് കേട്ടത്. ഓക്കെ, ആദർശ് തന്നെ. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. ആദവ്. ഓക്കെ, ആദവ് ദർശ്. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇനീഷ്യൽ എന്താണ്? ഇനീഷ്യൽ ഇല്ല, ആദവ് ദർശ് എന്ന് മാത്രമേ ഉള്ളൂ. ആദവ് ദർശ് പി ഉണ്ട് അല്ലേ? ഓക്കെ, ആദവ് ദർശ് പി. അപ്പോൾ ആദവ് ദർശ് പി എന്ന് പറയുമ്പോഴേ അത് 4ൻ്റെ എനർജിയിലാണ് വരുന്നത്, രാഹുവിൻ്റെ എനർജിയിലാണ്. അപ്പോൾ അതൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേര് എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അത്. കാരണം പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 6 വരുന്നത്. 8ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ പേരിൻ്റെ എനർജിയും നല്ലൊരു പേരായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഉയരങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തന്നെയാണ്. പക്ഷേ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പേരായിരിക്കണം. പേരിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്ട്രഗ്ലിങ് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. ആദവ് ദർശ് എന്നുള്ളത്. പേര് ചേഞ്ച് ചെയ്യണോ ചെറുതായി? അതെ, അതിലെന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആവുക.
ആദം എന്നുള്ള പേര് നമ്മള് ഒരു ദൈവത്തിന്റെ ഒരു പേരുമായി കണക്ഷൻ ഉണ്ടല്ലോ. ഈ പിന്നെ ദർശ് എന്നുള്ളതിന് എന്തെങ്കിലും മാറ്റം വരുത്തുക, അല്ലെങ്കിൽ പി എന്നുള്ളത് ഫുള്ളായിട്ട് ഇടുക, അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കത് ഏറ്റവും ബെസ്റ്റ് ഏതാണ് ആക്കാൻ പറ്റുക. അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണം അല്ലേ? എന്തെങ്കിലും വരുത്തുന്നത് നന്നായിരിക്കും. അതൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മാറ്റുന്നതാണ് നല്ലത്. കാരണം കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേര് എന്നുള്ളത്. കാരണം പിന്നെ ശനിയുടെ എനർജിയിലാണ് പിന്നെ മകൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ ഒരു നല്ല പേര് വേണം. അപ്പോൾ ആണ് ആ ബാക്കിയുള്ള ആ ക്വാളിറ്റീസൊക്കെ അതിലേക്ക് വരിക. ഓക്കെ, അത് ലെറ്റർ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം AIJ ഈ 3 ലെറ്റർ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ UV എന്നുള്ള ലെറ്റേഴ്സിലും വളരെ നല്ലതാണ്. അതുപോലെ ENH ഇതൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പിന്നെ സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതാണ്. ഓക്കെ, അത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? എങ്ങനെ എഴുതി വെച്ചോ അവിടെ? മനസ്സിലായിട്ടുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഈ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതിൽ SCG ഈ 3 ലെറ്ററിൽ ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത്. SCGP. പിന്നെ ഡിയും അത്ര നല്ലതല്ല. DT ഈ നമ്പറും അധികം നല്ലതല്ല. ഓക്കെ, അപ്പോൾ ബാക്കി വേണ്ട എടുക്കാതിരിക്കേണ്ട നമ്പർ മാത്രം ഉപേക്ഷിച്ചാൽ മതി. ബാക്കി ഏത് വേണമെങ്കിലും എടുക്കുക. ഏറ്റവും നല്ലത് ഇതൊക്കെ തന്നെ. UV ഏറ്റവും നല്ല നമ്പേഴ്സാണ്. ഓക്കെ, U and V. ഓക്കെ, കുഴപ്പമില്ല. എയും നല്ലതാണ്. AIJ അതൊക്കെ സൂര്യൻ്റെ എനർജിയിൽ വരുന്ന ലെറ്റേഴ്സാണ്. അപ്പോൾ അതിലൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്തിട്ട് പോയിട്ട് ചെയ്യുക. കാരണം കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവേണ്ട ഒരു എനർജിയാണ്. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത് വലിയ ആൾക്കാർക്ക് പേര് മാറ്റുന്ന പോലെ നമുക്കതിൽ സ്പെല്ലിങ് മാറ്റിയിട്ടും അങ്ങനെ ബുദ്ധിമുട്ടിട്ടേണ്ട ആവശ്യമില്ല. ശരിക്കും കുട്ടികൾക്ക് ഒരു നല്ല ഭംഗിയുള്ള പേര്, നല്ല ന്യൂമറോളജി പ്രകാരം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പേര്, ഭാഗ്യദായകമായിട്ടുള്ള പേര് അതങ്ങ് നൽകുക. ഇപ്പം പല മാതാപിതാക്കൾക്കും അവരുടെ ഇഷ്ടം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെ എങ്കിൽ പോലും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കുട്ടികളുടെ ഭാഗ്യത്തിനും അവരുടെ ഭാവിക്കും വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മളിഷ്ടം ഇതാണ്, ഇന്നതായിരിക്കണം കുട്ടികളുടെ പേര് എന്ന് അധികം ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയ്ക്ക് പറയാനുള്ളത് അതാണ്. ഓക്കെ, പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. മൈസൂരിൽ നിന്നാണ് വിളിച്ചത്, ദർശൻ്റെ. ഓക്കെ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 6 വരുന്നത്. അപ്പോൾ 8ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേര് തന്നെ പറയണം. അപ്പോൾ ഞാൻ അതിൽ ഓക്കെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് അത് ഓക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. കാരണം ഈ എനർജി ഉള്ളവർക്ക് അവർ ഉയരങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ പവർഫുള്ളായിട്ടുള്ളൊരു കഴിവുള്ള നമ്പേഴ്സാണ്. പക്ഷേ അതിന് കൃത്യമല്ല പേര് എങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവരുടെ യാത്ര ശക്തമായിട്ട് മുകളിലേക്കും ആകാം, അല്ലെങ്കിൽ ശക്തമായിട്ട് താഴോട്ടും ആകാം. അതൊക്കെ പേരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ഈ എനർജിയിലുള്ളവരുടെ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 2നെ കുറിച്ചിട്ടാണ്, 2ൻ്റെ റിപ്പീറ്റേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ 2 ഒരു തവണ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറേ അവബോധം, മറ്റുള്ളവരുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു, അവരെന്താണ്, അവരെക്കുറിച്ചിട്ട് പെട്ടെന്ന് ആൾക്കാരെ കുറിച്ചിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഈ 2 എന്നത്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇവരുടെ ബന്ധങ്ങൾ എപ്പോഴും നല്ലതായിരിക്കും. നല്ല റിലേഷനിൽ ഇവർക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്ലസ് ആയിട്ടുള്ള പോയിന്റ്. നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകേണ്ട സമയം, നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.